Hello friends, welcome to Kitchen Delites. ഇന്ന് ഞാൻ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം ബീട്രൂട്ട് പച്ചടിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ആകർഷകമായ ഒരു നിറം കാരണം ഇലയിൽ ഇത് വിളമ്പി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. സദ്യയ്ക്ക് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഈ ബീട്രൂട്ട് വേവാൻ ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തത്, ചെറിയ ജീരകം. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 5-8 ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് വേണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ തേങ്ങ നേരത്തെ അരച്ചതാണ്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചെടുത്ത ഈ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അടുപ്പ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇനി നമുക്ക് 1/2 കപ്പ് തൈരാണ് വേണ്ടത്. ആ തൈര് ഒരു ബൗളിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തൈര് കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കും. ഇനി ഈ ബീറ്റ് ചെയ്ത തൈര് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തൈര് ഒരുപാട് കിടന്ന് തിളയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഈ ബീട്രൂട്ട് പച്ചടി പൊതുവേ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകിപ്പോകാത്ത രീതിയിൽ കുറച്ച് കട്ടിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആയിരിക്കും നമ്മുടെ പച്ചടിക്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കടുക് താളിക്കാൻ വേണ്ടിയിട്ടൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1-2 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക. മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഇളക്കി കഴിഞ്ഞൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക. ഈ താളിച്ച് ചേർത്തതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ പച്ചടിയിലോട്ട് ശരിക്കും അങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.